നമസ്കാരം. വടകരയിലെ കെ ശൈലജയുടെ തോൽവിക്ക് പുതിയ മാനം നൽകുന്ന നിലപാട് വിശദീകരണവുമായിട്ട് പി ജയരാജൻ. CPM സംസ്ഥാന സമിതിയിൽ അസാധാരണമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനവുമായിട്ടാണ് പി ജയരാജൻ ഇപ്പോൾ രംഗത്തെത്തിയപ്പോൾ ഔദ്യോഗിക നേതൃത്വം പോലും അടക്കം ഇപ്പോൾ അമ്പരന്നിരിക്കുന്നത്. കാരണം ഭാവിയിൽ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ജയരാജന്റെ പ്രതികരണം. അതിന് വടകരയിലെ തോൽവിയെ തന്നെ ജയരാജൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. കാരണം ശൈലജയുടെ ജനകീയത അത് തകർക്കാൻ വേണ്ടിയാണ് വടകരയിൽ അവരെ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ചതെന്ന വാദം ചില കോണുകൾ ഉയർത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് ജയരാജന്റെ ഈ വിശദീകരണം. വടകരയിലെ ജനങ്ങൾക്കും അത്തരത്തിലൊരു ആഗ്രഹമുണ്ട്. അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ശൈലജയെ അവിടെ മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ശൈലജയെ പിടിച്ച് ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം അത് ഈ തോൽവിക്ക് ഘടകമാണെന്നുമാണ് ജയരാജൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്ന യോഗത്തിലാണ് ശൈലജയ്ക്ക് വേണ്ടിയിട്ട് ജയരാജൻ വാദിച്ചത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 5 കൊല്ലം മുൻപ് വടകരയിൽ തോറ്റത് ജയരാജനായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. അപ്പോൾ ഇതോടെ പാർട്ടിയിൽ നിന്നും ജയരാജൻ ഒതുക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് ഇപ്പോൾ ശൈലജയ്ക്ക് വേണ്ടിയിട്ട് ഈ തോൽവിയിലും ഭിന്നമായിട്ടുള്ളൊരു വാദമുഖം ഉയർത്തിയത് വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മുഖ്യമന്ത്രി മാറണമെന്നോ അല്ലെങ്കിൽ പകരം കെ ശൈലജയെ അവിടെ കൊണ്ടുവരണമെന്നോ ഒന്നും ജയരാജൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രി മുഖത്തെ ഈ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയം. കാരണം ഇതിനു മുൻപ് ആരും ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ചർച്ച CPM നേതൃത്വ യോഗത്തിൽ ഉയർത്തിയിട്ടില്ല. ഇതോടെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോലും ഇപ്പോൾ വലിയൊരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു പരാമർശമാണ് ജയരാജൻ നടത്തിയിരിക്കുന്നത്. കാരണം കേരളത്തിലെ തോൽവി അത് തീർച്ചയായിട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ ഉറപ്പായിട്ടും ചർച്ചയാകും. അതോടൊപ്പം തന്നെ പിണറായിയും ഈ തോൽവിക്ക് ഉത്തരവാദിയാണെന്ന വിലയിരുത്തൽ CPM കേന്ദ്ര നേതാക്കൾക്കുമുണ്ട്. ഇതിനിടെയാണ് പുതിയൊരു അഭിപ്രായ പ്രകടനം കൂടി ഇപ്പോൾ പാർട്ടിയിൽ ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ആ ധാർഷ്ട്യവും അതുപോലെ തന്നെ ഞാനാണ് ചക്രവർത്തി എന്ന ആ ഭാവവും അഹങ്കാരവും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതിന് മുൻഗണന നൽകാതിരുന്ന സർക്കാരിൻ്റെ ഈ ഒരു സമീപനവും അതുപോലെ തന്നെ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ വലിയ ഒരു ധൂർത്തും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് യോഗത്തിലടക്കം നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പി ജയരാജൻ്റെ ഈ ഒരു പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പോൾ കൂടുന്നത്. എന്നാൽ ഈ വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല. പക്ഷേ തീർച്ചയായിട്ടും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് ഇതിലൊരു വിശദീകരണം നൽകേണ്ടി വരുമെന്ന സൂചനകളുമുണ്ട്. കാരണം ശൈലജയും കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. അവിടെ ശൈലജ പറയുന്ന നിലപാടും ഏറെ നിർണായകമായി മാറും. ഇത്തവണ വടകരയിൽ CPM നേതാവ് കെ ശൈലജയെ 1,14,506 വോട്ടുകൾക്ക് വീഴ്ത്തിയാണ് ഷാഫി പറമ്പിൽ UDFനായിട്ട് വടകര മണ്ഡലം ഇത്തവണ നിലനിർത്തിയത്. ഷാഫിക്ക് 5,67,528 വോട്ടുകൾ ലഭിച്ചപ്പോൾ ശൈലജ ടീച്ചറിനാകട്ടെ കിട്ടിയത് 4,43,022 വോട്ടുകൾ മാത്രമാണ്. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പ്രഫുൽ കൃഷ്ണൻ അവിടെ 1,16,979 വോട്ടുകളും നേടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇത്തവണ വലിയ വാശിയേറിയ ഒരു പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു വടകര. ഓർക്കണം, ഇടത് പാർട്ടികൾക്ക് വേരോട്ടമുള്ള മണ്ണാണെങ്കിലും വടകര പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് UDFനൊപ്പമാണ്. 2009 ശേഷം ഒരിക്കൽ പോലും ഇടത് സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിക്കാനായിട്ടില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം കൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വടകര. ഇത്തവണ 2 സിറ്റിംഗ് MLAമാർ ലോക്സഭയിലേക്ക് മത്സരിച്ച ഏക മണ്ഡലവും ഇതുതന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ CPM നേതാവ് പി ജയരാജനും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ഏറ്റുമുട്ടിയപ്പോൾ മണ്ഡലം മുരളിക്കൊപ്പമായിരുന്നു നിന്നത്. ഇത്തവണയും ഇരു മുന്നണികളും തങ്ങളുടെ കയ്യിലുള്ള ആ മികച്ച നേതാക്കളെ തന്നെയാണ് ഇവിടെ പോരാട്ടത്തിനായിട്ട് നിയോഗിച്ചത്. മുൻ ആരോഗ്യമന്ത്രിയും കൂത്തുപറമ്പ് MLAയുമായിട്ടുള്ള കെ ശൈലജയെ CPM വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ തന്നെ രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണുകൾ വടകരയിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. കോൺഗ്രസ് ആകട്ടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള കെ മുരളീധരന് പകരമായിട്ട് യുവ നേതാവ് ഷാഫി പറമ്പലിനെയാണ് അവിടെ രംഗത്തിറക്കിയത്. ഇതോടെ പോരാട്ടം അവിടെ വളരെ ശക്തമായി മാറി. അങ്ങനെ പ്രചരണ രംഗത്ത് വീറും വാശിയും പ്രകടമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു വടകര. എന്തിനാ പറയണം, വ്യാജ പ്രചരണങ്ങളും അതുപോലെ വിമർശനങ്ങളും അതിൽ കടന്നതോടുകൂടി ഏതാനും നിയമവഴികളിലേക്കും വടകര മണ്ഡലം മാറുകയായിരുന്നു. വോട്ടെടുപ്പിന് ശേഷം വടകരയിലെ പ്രചരണ വിഷയങ്ങൾ പോലും സംസ്ഥാനത്തുടനീളം എല്ലാം തന്നെ ചർച്ചയായി മാറുകയായിരുന്നു. അതിനിടെയാണ് തോൽവിക്ക് വ്യത്യസ്തമായിട്ടുള്ള വിലയിരുത്തലുമായിട്ട്
പി ജയരാജൻ CPM സംസ്ഥാന സമിതി യോഗത്തിൽ നിറഞ്ഞത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.